ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും വിശ്വാസികൾ പാത്രിയാർക്കീസിനെ ആഘോഷപൂർവ്വം സ്വീകരിച്ച് സഭാ ആസ്ഥാനമായി പുത്തൻകുരിശിലേക്ക് കൊണ്ടുപോകും. സഭാ സമാധാനത്തിലടക്കം നിരവധി നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന യാക്കോബായ സഭയുടെ സുന്നഹദോസ് ഇന്ന് വൈകുന്നേരം പാത്രിയാർക്കീസിന്റെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. മലങ്കര സന്ദർശിക്കുന്ന ഏഴാമത്തെ പാത്രിയാർക്കീസാണ് ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ. 1753 മലങ്കര സന്ദർശിച്ച ഇഗ്നാത്യോസ് അഹത്തുള്ളയാണ് മലങ്കരയിലെത്തിയ ആദ്യ പാത്രിയാർക്കീസ്. 1982, 2000, 2004, 2008 വർഷങ്ങളിലായി 4 തവണ മലങ്കര സന്ദർശിച്ച ഇഗ്നാത്യോസ് സാഖാ ഇവാസ് പ്രഥമൻ പാത്രിയാർക്കീസാണ് മലങ്കരയിൽ ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയ പാത്രിയാർക്കീസ്. 1875 സന്ദർശനം നടത്തിയ ഇഗ്നാത്യോസ് പത്രോസ് നാലാമൻ, 1909 ഇഗ്നാത്യോസ് അബ്ദേദ് ആലാഹോ, 1931 വന്ന ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ, 1964 മലങ്കരയിലെത്തിയ ഇഗ്നാത്യോസ് യാക്കോബ് തൃതീയൻ എന്നിവരാണ് സന്ദർശനം നടത്തിയ മറ്റു പാത്രിയാർക്കീസുമാർ. 1975 മെയ് 3 സിറിയയിൽ ജനിച്ച അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് വൈദികനായി സേവനമനുഷ്ഠിച്ചത് യൂറോപ്പിലാണ്. മെത്രാപ്പൊലിത്തയായി 1996 മുതൽ അമേരിക്കയിലാണ് അദ്ദേഹം സേവനം നടത്തിയത്. പാത്രിയാർക്കീസ് പദവിയിലെത്തുന്നതിനു മുമ്പ് 18 തവണ മലങ്കരയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. കാലങ്ങളായി നിലനിൽക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭാതർക്കം പരിഹരിക്കാൻ പാത്രിയാർക്കീസ് സ്വീകരിക്കുന്ന നടപടികളാകും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.